കോഴിക്കോട് ജില്ലയിൽ ഒരേ സമയം ഒന്നിലധികം പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ അവസരത്തിൽ നമ്മോടൊപ്പം ആരോഗ്യമേഖലയിൽ വിദഗ്ധൻ ചേരുന്നുണ്ട്. ഡോക്ടർ VK ഷമീർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ജനറൽ മെഡിസിൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, ഈ രണ്ടു പേരുടെ ഇപ്പോൾ ഒരു കുഞ്ഞ് ദൗർഭാഗ്യവശാൽ ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായി. ഇനിയിപ്പോൾ രണ്ടുപേർ ചികിത്സയിലുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ആരോഗ്യനില എങ്ങനെയാണ് ഡോക്ടർ? ഇപ്പോഴത്തെ കുട്ടി കുറച്ച് ഗുരുതര സ്ഥിതിയിൽ തന്നെയാണെന്നാണ് പറയുന്നത്. ഞാൻ നേരിട്ട് ചികിത്സിക്കുന്നതിൽ പെട്ട ആളല്ല. ഞാൻ ജനറൽ മെഡിസിനിലാണ്. അപ്പോൾ അവിടെയുള്ള പേഷ്യൻ്റ് ഇപ്പോൾ സ്റ്റേബിളാണ്. ഇപ്പം നമുക്ക് അമീബ ആയതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഫുൾ ചികിത്സ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്ന് ഡിസ്ചാർജ് ആവുന്നൊരു സമയമാകുമ്പോഴേ നമുക്കൊരു പൂർണ്ണമായിട്ട് അങ്ങോട്ടൊരു പറയാൻ പറ്റുള്ളൂ. ഈ 4 വയസ്സുകാരുടെ കാര്യത്തിൽ മരണത്തിലേക്ക് പോയത് എങ്ങനെയാണ് ഡോക്ടർ? നമുക്ക് വേഗത്തിൽ ചികിത്സ ലഭ്യമാക്കാനൊക്കെ കഴിഞ്ഞു? അല്ല, ഈ കംപ്ലീറ്റ് കാര്യങ്ങളിലും ഞാൻ അതിന്റെ കറക്റ്റ് ആളല്ല. കാരണം ഞാൻ തുടക്കത്തിൽ ഒന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് നമ്മൾ സാധാരണ ഈ അമീബയുടെ ഒരു ബ്രെയിനിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മരണസാധ്യത വളരെ കൂടുതലുള്ളൊരു അസുഖമാണ്. നമ്മളിപ്പം എത്ര നേരത്തെ ആണെങ്കിലും എത്ര കറക്റ്റായിട്ട് ചികിത്സിച്ചാലും അപകട സാധ്യത വളരെ കൂടുതൽ. ഇപ്പം നമ്മൾ ഈ കൂട്ടത്തിൽ മസ്തിഷ്ക ജ്വരം വരുത്തുന്ന ഈ കീടാണുക്കളെ വെച്ച് നോക്കുമ്പോൾ അതിലേറ്റവും അപകട സാധ്യത കൂടുതലുള്ളൊരു രോഗം തന്നെയാണ് അമീബ. അപ്പം നമ്മൾ എത്ര ചികിത്സിച്ചാലും കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു റിക്കവറി ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം അതിൽ പെട്ട് തന്നെ ആയിരിക്കണം. അതിൻ്റെ ആരംഭഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായ ഒരു ഐഡിയ എനിക്കില്ല. ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്നതിനെക്കുറിച്ചുള്ള വലിയ അന്വേഷണം ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പരിശോധനയും നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ 4 വയസ്സുകാരുടെ കാര്യത്തിൽ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന സൂചനകൾ കിണറിലെ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഈ രോഗം പകർന്നത് എന്നാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. മുമ്പൊക്കെ കുളത്തിലോ അല്ലെങ്കിൽ മറ്റ് തോട്ടിലൊക്കെ കുളിച്ച ആളുകൾക്കായിരുന്നു ഈ രോഗം സ്ഥിരീകരിച്ചിരുന്നതും പിന്നീട് പടർന്നിരുന്നതുമൊക്കെ. ഇത് പക്ഷേ കിണറിൽ നിന്ന് ഈ രോഗം പടരുന്നു എന്ന് വരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കിണർ വെള്ളം ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ പേര്. അപ്പോൾ കിണറിൽ നിന്ന് ഇത് പകരുന്ന ആദ്യത്തെ കേസാണോ അതോ അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഇപ്പം കഴിഞ്ഞ കുറച്ച് നാൾ, ഇപ്പോൾ 2 വർഷത്തിനിടയ്ക്കായിട്ട് ഇപ്പം കേരളത്തിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ എണ്ണം ഒന്ന് കൂടിയിട്ടുണ്ട്. അപ്പം മുമ്പൊരു 4-5 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വർഷത്തിൽ 1-2 പേഷ്യൻസ് അങ്ങനെയായിരുന്നു നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈയിടെ അതിലൊരു നമ്പർ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വന്ന രോഗികളിൽ കുറച്ച് ആളുകൾക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി കിട്ടിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇപ്പം സൂചിപ്പിച്ച പോലെ ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിച്ച ആളുകളിലായിരുന്നു അത് സംശയിക്കാറും ടെസ്റ്റ് ചെയ്യാറും. പക്ഷേ ഇപ്പം ഈ ലാസ്റ്റ് കഴിഞ്ഞ 2024 തൊട്ട് ഇങ്ങോട്ട് വന്നതിൽ ചില രോഗികളിൽ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ഒരു കുളത്തിൽ കുളിച്ചതോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ പോയതോ ആയിട്ടൊരു ചരിത്രം കിട്ടാത്തത് കൊണ്ട് നമുക്ക് കൃത്യമായി എവിടെ നിന്ന് ഇവർക്ക് കിട്ടിയെന്നുള്ളതിലൊരു സംശയം വരികയും അപ്പോൾ അത് കാരണം ഇപ്പം അതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന എല്ലാ മസ്തിഷ്ക ജ്വരത്തിലും പിന്നെ ടെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അമീബ കൂടി ഉൾപ്പെടുത്തി ടെസ്റ്റ് ചെയ്യാന്നുള്ളൊരു പോളിസിയിലേക്ക് നമ്മൾ മാറുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഒട്ടും ഇങ്ങനെ ഇല്ലാത്ത, ഇപ്പം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഈ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ പോലെ 3 മാസമായ കുട്ടിയാണ് ഇപ്പം അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ലാതെ ഇപ്പം ചികിത്സയിലുള്ളത്. അപ്പം അതേപോലത്തെ ചില ഒറ്റപ്പെട്ട രോഗികൾ നമുക്കും ഞങ്ങളുടെ ശ്രദ്ധയിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരിട്ട് ചികിത്സിച്ച രോഗികളിൽ ഇതേപോലത്തെ ഒരു ഹിസ്റ്ററി ഇല്ലാത്ത, എന്നാൽ വീട്ടിൽ സാധാരണ രീതിയിൽ തന്നെ നമ്മളൊക്കെ പോലെ തന്നെ വീട്ടിൽ നിന്ന് കുളിക്കുകയും സാധാരണ ജീവിതം നയിച്ചിരുന്ന ഇങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് കുളിക്കുക അല്ലെങ്കിൽ ടൂർ പോവുക ഒന്നും ചെയ്യാത്ത ആളുകളിലും ഇത് കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാം ഈ കുളവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വന്നോളണം എന്നില്ല എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കിണറിൽ ഈ രോഗാണു, ഈ അമീബ വരാതിരിക്കാൻ എന്തെങ്കിലും നമുക്ക് സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടർ? ഇതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന അമീബ എല്ലാം തന്നെ വെള്ളം എന്ന് പോലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ അമീബ എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പാണ്. അതിലിപ്പം മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്ന അമീബകൾ എന്ന് പറയുന്നതും എല്ലാം വെള്ളത്തിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇപ്പം ഇത് നമ്മളൊരു കുറച്ച് കാലങ്ങളായി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കുറേ ഒരു കാഴ്ചപ്പാടുകളായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ഈ നെഗ്ലേറിയ എന്ന് പറയുന്ന ഒരു ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന വളരെ ഗുരുതരമായ ഒരു ഇൻഫെക്ഷൻ, അതാണ് ശരിക്കും നമ്മുടെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ കിട്ടുമെന്ന് പറയുന്നതും. അതല്ലാതെ ഒത്തിരി അമീബകളുണ്ട്. അതിലെല്ലാം തന്നെ ശരിക്കും നമ്മുടെ വെള്ളത്തിലൂടെ അല്ലെങ്കിൽ കുളിച്ചതിലൂടെയോ മൂക്കിലൂടെ അങ്ങനെ തന്നെ വരണമെന്നില്ല. ഈവൻ നമുക്ക് മുറിവിലൂടെ കയറുന്നത് അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നില്ല, അങ്ങനത്തെ പലതരത്തിലുള്ള അമീബകളും അതെല്ലാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ രോഗികളിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പം എല്ലാം നമുക്ക് ഈ വെള്ളം കുളം എന്നുള്ള ആ ഒരു ഫോർമുല നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടി വരും.
പക്ഷേ എന്നിരുന്നാലും നമ്മളെ കൊണ്ട് ഇപ്പോൾ എല്ലാ കാര്യത്തിലും പറയുമല്ലോ, അപ്പോൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണല്ലോ ഇവിടെ എല്ലാം ചോദ്യമായിട്ട് വരിക. അപ്പം ഇതിൽ ജലത്തിൻ്റെ ശുദ്ധി ഒരു പ്രശ്നം തന്നെയാണ്. അപ്പം ഈ പറഞ്ഞ ഒന്ന്, ഈ ഏറ്റവും റിസ്ക് നേരത്തെ സൂചിപ്പിച്ച കെട്ടിക്കിടക്കുന്ന വെള്ളം തന്നെയാണ്. അപ്പം ശുദ്ധമല്ലാത്ത കുളം, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത് ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ പോലത്തെ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുമെന്ന് പറയുന്ന എന്നാൽ കൃത്യമായി ചെയ്യപ്പെടാത്ത, അതിനൊരു കറക്റ്റ് അതിൻ്റെ ഒരു തോത് സൂക്ഷിക്കാത്ത ആ ഒരു ഭാഗം. മൂന്നാമത്തത് നമ്മുടെ തന്നെ സ്വന്തം, നമ്മുടെ കിണർ, നമ്മുടെ ടാങ്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ എത്രത്തോളം അത് ശുദ്ധമാക്കുന്നുണ്ട്, നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ടാങ്കുകൾ നമ്മൾ വൃത്തിയാക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ഈ ഒരു 3 ഘട്ടങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ.